ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. തമിഴിൽ കണ്ടതുപോലെ തന്നെ 4 ബോബിൻ ഉപയോഗിച്ചിട്ട് അടിപൊളി എംബ്രോയ്ഡറി വർക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഒരു പ്ലെയിൻ മെറ്റീരിയലിൽ നെക്ക് എംബ്രോയ്ഡറി വർക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇത് കഴുത്തിനവിടെ വെച്ച് കൊടുക്കാൻ വേണ്ടി എടുത്തുള്ളൊരു പീസാണ് കേട്ടോ. ഇത് എത്ര ഇറക്കത്തിലാണോ വേണ്ടത് വെച്ചെങ്കിൽ അത്ര ഇറക്കത്തിൽ നിങ്ങളെടുക്കുക. ഇനി ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്ക് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതാ ഇതുപോലെ ലൈൻസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പരാഗ് എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസ് മാത്രം കിട്ടുന്ന ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഹാഫ് റേറ്റ്സിനൊക്കെ കട്ട് പീസൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് അതിലാട്ടോ ഞാൻ ചുരിദാറൊക്കെ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ പ്ലെയിൻ മെറ്റീരിയൽസൊക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് അടിപൊളി ഡിസൈൻസൊക്കെ വരച്ചുണ്ടാക്കാം കേട്ടോ. ഇനി ഇതാ ഞാൻ 4 ബോബിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 4 ബോബിൻ എടുത്തിട്ടുണ്ട്. ഇനി ത്രെഡ്, ഇത് ഞാൻ സിൽക്ക് ത്രെഡാണ് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ ഏത് ത്രെഡാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പം ഞാൻ ഇപ്പോൾ സിൽക്ക് ത്രെഡാണ് എടുത്തുള്ളത്. 4 ബോബിനിലും നൂല് ചുറ്റി എടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ താഴെ ഇട്ട് കൊടുക്കില്ലേ, ബോബിൻ കേസിൽ നമ്മൾ നൂലിട്ട് കൊടുക്കല്ലോ അടിനൂലായിട്ട്, അപ്പോൾ അതിനും ആ കളർ നൂല് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ തയ്യൽ മെഷീൻ കേട്ടോ. ഈ ഒരു മെഷീനിനെ കുറിച്ചിട്ടുള്ള ഒരു കഥ തന്നെ ഞാനിതിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇതൊരു സെക്കൻഡ് ഹാൻഡ് മെഷീനാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൽ ഈ ബോബിനിലെ ഈ നൂലുണ്ടല്ലോ, നമ്മൾ സാധാരണ ത്രെഡ് ഇട്ട് കൊടുക്കുന്ന അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഓരോരോ തയ്യൽ മെഷീനിലും പല രീതിയിലായിരിക്കില്ലേ ത്രെഡ് കോർത്ത് കൊടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ കോർക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നൂല് സാധാരണ ഇടുന്ന സ്ഥലത്ത് നമ്മൾ ഈ 4 ത്രെഡും ഒരുമിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇടുമ്പോൾ ശ്രദ്ധിക്കുക, നൂല് എല്ലാം ഒരു ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നൂലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കറക്റ്റായിട്ട് ഒന്ന് തലപ്പൊക്കെ ഒന്ന് വെട്ടി കൊടുക്കുക. ഇനി ഓരോരോ മെഷീനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല രീതിയിലായിരിക്കില്ലേ ത്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ മെഷീനിൽ എങ്ങനെയാണോ ത്രെഡ് ഇടുന്നത് വെച്ചാൽ അതുപോലെ തന്നെ ഈ 4 നൂലും ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഒരു ത്രെഡൊക്കെ ഇടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ബട്ടൺ ഹൗസ് എന്നൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും, അത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു നൂലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കാര്യമില്ല, നമുക്ക് ഒറ്റയ്ക്ക് നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നൂല് ഇട്ട് കൊടുക്കാം. പക്ഷേ ഇത് ഒരുപാട് നൂലാവുമ്പോൾ നമുക്കത് ഇങ്ങനെ ഓരോരോ ഹോളിലൂടെ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു നൂല് കോർക്കുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നൂലൊക്കെ കോർത്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേഗം നൂലൊക്കെ ഒന്ന് കോർത്തെടുത്തിട്ട് നമ്മുടെ സ്റ്റിച്ചിങ് പരിപാടിയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നൂല് എല്ലാം ഒരുമിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ഓരോരോ നൂല് ഇങ്ങനെ വലുത് ചെറുത് അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് മാറും കേട്ടോ. അപ്പോൾ എല്ലാ നൂലും ഒരുമിച്ച് തന്നെ പിടിച്ചിട്ട് നൂല് കോർത്ത് കൊടുക്കുക, സൂചിയിൽ നൂല് കോർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ അടിനൂലുണ്ടല്ലോ, അത് ബോബിൻ കേസ് നമ്മൾ താഴെ ഇട്ട് കൊടുക്കില്ലേ, ഇനി നമുക്ക് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മെറ്റീരിയലിൽ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ വരച്ച് വെച്ച ഭാഗം എടുക്കുക. പക്ഷെ നമ്മൾ തയ്ക്കുമ്പോൾ അതിൻ്റെ ഈ ഒരു മെറ്റീരിയലിൻ്റെ താഴെ ഒരു പേപ്പർ കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് നൂല് പൊട്ടിപ്പോവുക, ഒരു വൃത്തി കിട്ടുന്നില്ല, തയ്ക്കുമ്പോൾ ഒരു വൃത്തി കിട്ടണില്ല. അപ്പോൾ ഇതുപോലെ ഒരു പേപ്പർ ഇട്ട് കൊടുത്തിട്ട് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് കരുതിയിട്ട് സ്പീഡാക്കിയതാണ് കേട്ടോ. ഇത് പതിയെ കുറച്ച് ശ്രദ്ധയോട് കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഇത് ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സ്റ്റിച്ചിങ്ങൊക്കെ ഓരോരോ ഐഡിയാസാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുള്ള ഐഡിയാസ് ഉപയോഗിച്ചിട്ട് നല്ല നല്ല ഡിസൈൻസൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ താഴത്ത് വെച്ചിട്ടുള്ള പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പർ ഇനി പതിയെ പതിയെ പറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ആ പേപ്പർ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് അത് വാഷ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും. ഇനി നമുക്ക് അതിനടിയിലുള്ള കടലാസൊക്കെ ഒന്ന് പറിച്ചെടുക്കണം, പതിയെ പറിച്ചെടുക്കുക. അപ്പം ഞാൻ ആദ്യം ഇതിന് മുകളിൽ ഇങ്ങനെ പൊന്തി നിന്നായിരുന്ന നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി. ഇനി പേപ്പറും കൂടി മാറ്റിയെടുക്കാം. ഇനി നമ്മൾക്ക് അതിൻ്റെ 3 സൈഡൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തും കൂടെ വേണം കേട്ടോ. നമ്മുടെ അടിനൂല് പൊട്ടാത്ത രീതിയിൽ പതിയെ പറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതൊരു നൂല് പൊട്ടിയെന്ന് വെച്ചെങ്കിൽ നമ്മുടെ മേലത്തെ സ്റ്റിച്ച് മുഴുവനായി ഇങ്ങ് പറഞ്ഞു വരും. അപ്പോൾ അത് ശ്രദ്ധയോട് കൂടിയിട്ട് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
അങ്ങനെ നമ്മുടെ പേപ്പറൊക്കെ നമ്മളിതാ പറിച്ച് മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ഇവിടെയൊക്കെ ചെറിയ പീസുകളുണ്ട്, അതും കൂടെ ഒക്കെ നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാം. ഇനി ചെയ്യേണ്ട കാര്യം നമുക്ക് നൂലൊക്കെ പൊന്തിയതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുമ്പോൾ പേപ്പർ കൂടി മാറ്റി നോക്കിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പം ഇനി നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പം ഞാനിതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ, ഈ സൈഡ് ഭാഗം ഒന്നുകൂടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതങ്ങനെ ഒരു അഭംഗിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. അതിന് 3 വശവും മടക്കി തയ്ച്ചു കൊടുത്തതിന് ശേഷം നന്നായി അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ചുരിദാറിൻ്റെ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് കഴുത്ത് വെച്ച് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ കഴുത്തിൻ്റെ അളവ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടില്ല. അപ്പം ഞാൻ ആ മെറ്റീരിയൽ അവിടെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ കഴുത്ത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ, അതിലൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരു റൗണ്ട് നെക്കാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെ വരച്ചെടുത്തു, വളഞ്ഞു പോവാതൊക്കെ വരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനിയിപ്പോൾ നമ്മൾ ത്രെഡ് കൊണ്ടാണല്ലോ നമ്മൾ ഇപ്പോൾ ഇതുവരെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അതിന് ഇടയിലൊക്കെ കുറച്ച് പേഴ്സ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ള മുത്തുകൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബട്ടൺ ഹൗസ് നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഈ ഒരു കുഞ്ഞു പാക്കറ്റിന് 10 രൂപ എങ്ങാനാണ് കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ ഇതിനിടയിൽ അങ്ങ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാൻ ഓരോ സ്ക്വയറിനുള്ളിൽ ഓരോ പേഴ്സ് വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ്ങിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ ഐഡിയാസാണ്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്, എങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാം, എങ്ങനെയൊക്കെ വെച്ചാൽ ഭംഗി ഉണ്ടാവും എന്നുള്ളതൊക്കെ. അപ്പോൾ അത് അതുപോലെയൊക്കെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സാധാരണ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ളതല്ലേ. ഇതിപ്പോൾ ഒരു വളരെ എളുപ്പമായിട്ട് ചിലപ്പോൾ ഭയങ്കര ഹെവി വർക്കൊന്നും അല്ലെങ്കിലും ശരി, ഇത്തരത്തിലുള്ള വർക്കിൽ നമ്മൾ ഇതുപോലെ ബീഡ്സും പേഴ്സും ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഐഡിയാസ് ഉപയോഗിച്ചിട്ട് നല്ല ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നല്ല ഫ്ലവേഴ്സ് സ്റ്റിച്ച് ചെയ്യാം, അങ്ങനെ ഓരോരോ ചെടികളൊക്കെ, അങ്ങനെ ഒരു വള്ളികൾ, അങ്ങനെയൊക്കെ ഓരോ ഡിസൈൻസൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ മതിയെന്ന് തോന്നി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓരോരോ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളും യൂട്യൂബിൽ ഓരോരോ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചെടുക്കാറ്. അപ്പോൾ എനിക്കിത് ഒരുപാട് സന്തോഷമായി. കാരണം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. എനിക്കിത് പറ്റില്ല എന്നുള്ളൊരു ചിന്ത വേണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ചിലപ്പോൾ അത് സക്സസ് ആകും. എന്തായാലും നമ്മുടെ പേഴ്സൊക്കെ നമ്മൾ വെച്ച് നല്ല സ്റ്റൈലിഷ് ആക്കിയിട്ടിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ചെയ്ത വർക്കല്ലേ, നമ്മളത് പഠിക്കുകയൊന്നും ചെയ്യാതെ യൂട്യൂബൊക്കെ നോക്കി പഠിച്ചുണ്ടാക്കിയ നമ്മുടെ സ്വന്തം കഴിവ് നമ്മൾ ചെയ്തെടുത്തതാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ഇത് നമ്മൾ തയ്ക്കാൻ ഉദ്ദേശിച്ച ചുരിദാറിൻ്റെ മുകളിൽ വെച്ച് തയ്ച്ചു കൊടുക്കണം. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. എനിക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ സമയമില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും ചെയ്യാൻ സമയം ഉണ്ടാവില്ല. എനിക്കതിന് കഴിയുമെന്ന് വിചാരിച്ചിട്ട് എന്തൊരു കാര്യം ചെയ്തു നോക്കാം. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഞാൻ ഒരിക്കലും സ്റ്റിച്ചിങ് പഠിക്കാൻ വേണ്ടി പോയിട്ടില്ല, ഓരോരോ വീഡിയോസ് കണ്ട് പഠിച്ചതാണ്. ഇത് എനിക്ക് ചെയ്യാൻ സാധിച്ചെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിത് ചെയ്യാൻ ഉറപ്പായിട്ടും സാധിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.